അബ്രഹാമിലൂടെ സാറാമ്മച്ചി ദൈവം സംസാരിക്കുന്നതൊക്കെ അറിഞ്ഞത്. Sarah had known that God speaks through Abraham. സാറാമ്മച്ചി അറിഞ്ഞാൽ ഈ കാര്യം സമ്മതിക്കത്തില്ല കൊച്ചനെ കൊണ്ട് യാഗം കഴിക്കുന്ന കാര്യം. Because if Sarah would have known it, she won't allow to go to take Isaac to offering. അതുകൊണ്ട് അമ്മച്ചിയോട് ഇത് പറഞ്ഞില്ല. Therefore he did not share with her. ദൈവം ഒരു വാഗ്ദത്തം നിന്നോട് പറഞ്ഞാൽ, If God says a promise to you, അത് ഉൾക്കൊള്ളാൻ പറ്റുന്നവരോടാണ് ആണെന്ന് ഉറപ്പുണ്ടെങ്കിൽ വീട്ടിലുള്ളവരോട് പോലും പറയാം. make sure that they can accept it, even your family members, then only you share. സാറാമ്മച്ചി ആണെങ്കിലും സെക്കരിയ അപ്പച്ചനാണെങ്കിലും അങ്ങനെ ചെയ്യാം. Even though it is Sarah grandmother or Zechariah the grandfather, you should do like that. ഹല്ലേലൂയ. അതുകൊണ്ട് അബ്രാപ്പച്ചൻ ഒന്നും പറഞ്ഞില്ലല്ലേ. Therefore Abraham did not say anything. പക്ഷെ അവൻ ദൈവത്തോട് പറഞ്ഞു കാണും. But he would have said to God. എൻ്റെ ഒരു ചിന്തയിൽ തന്റെ മകനെ യാഗം കഴിക്കാൻ പോകുമ്പോൾ ഹൃദയത്തിന്റെ അകത്തുനിന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടായിരിക്കാം മല കയറിയത്. He might have praised God while he was climbing on that mountain. അതിന്റെ ഹല്ലേലൂയ ഒരു മറുപടി പോലെ ആയിരിക്കാം ബാല്യക്കാരോട് പറഞ്ഞത്, ഹല്ലേലൂയ ഞാനൊന്ന് ആരാധിച്ചിട്ട് എൻ്റെ ചെറുക്കനുമായി ആരാധിച്ചിട്ട് ഇങ്ങ് മടങ്ങി വരും. As an answer to it, he might have said to his servant, let me go worship and come back. പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ നിങ്ങളുടെ മുഖം എവിടെങ്കിലും വാടിയെങ്കിൽ ഇന്ന് പകലിൽ 34-ാം സങ്കീർത്തനത്തെ അടിസ്ഥാനപ്പെട്ടുകൊണ്ട് കർത്താവ് അങ്ങനെയുള്ളവരോട് പറയുക, നിന്റെ ജീവിതത്തിന്റെ അകത്ത് ഞാൻ എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ എല്ലാ കാലത്തും വാഴ്ത്തും, അവിടുത്തെ സ്തുതി എപ്പോഴും എൻ്റെ നാവിൽ ഇരിക്കുമെന്നൊരു ഉടമ്പടി ചെയ്യാനായി ഏൽപ്പിച്ചു കൊടുക്കാമോ? അങ്ങനെയുള്ള നിന്നോട് അതേ സങ്കീർത്തനത്തിലൂടെ ഒരു ദൂത് പറയുക, നിന്റെ മുഖം ലജ്ജിക്കാതെ വണ്ണം അവങ്കിലേക്ക് നോക്കിയപ്പോൾ പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചില്ല. എളിയവർ നിലവിളിച്ചു, യഹോവ കേട്ടു എന്ന് പറയുന്ന നിലവാരത്തിൽ നിനക്കൊരു ഉത്തരം, നിനക്കൊരു മറുപടി സ്വർഗസ്ഥനായ ദൈവം ഒരു വചനത്തിലൂടെ നിന്റെ മേൽ അയക്കാൻ പോകുന്നു എന്ന് ആത്മവചനോട് പറഞ്ഞു. Those who are in a troublesome situation and your face is down, Spirit of God is saying, as the psalmist said in Psalms 34, I will extol the Lord at all times. His praise will be always in my mouth. If you are ready to speak it out, the next word says that those who look upon him, their face become radiant. Their face was not put down.